ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയുടെ ഭാഗം തന്നെയാണ് മറ്റൊരു ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. കുറച്ച് അധികം ടിപ്സുകൾ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കോഴി തീറ്റ ഒരു ഭയങ്കര പ്രശ്നമായിരിക്കുന്നൊരു സമയമാണ്. കമ്പനി തീറ്റകൾക്കൊക്കെ വില ദിവസം തോറും കൂടുക എന്നുള്ള രീതിയിലാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. 1000 രൂപ 4 മാസം മുമ്പ് അല്ലെങ്കിൽ 5 മാസം മുമ്പേ ഉണ്ടായിരുന്ന ലെയർ മെഷീൻ ഇപ്പോൾ 1500 രൂപയായി. അപ്പോൾ ആനുപാതികമായിട്ടുള്ള മറ്റുള്ള സ്റ്റാർട്ടർ, ഗ്രോവർ പോലുള്ള തീറ്റകളൊക്കെ വില കൂടിയിട്ടുണ്ട് ഇതേ രീതിയിൽ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് ഇത് വാങ്ങിക്കൊടുത്താലൊന്നും മുതലാവില്ല. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള തീറ്റകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമുള്ളത്. നമ്മൾ തന്നെ നമുക്കൊരുപാട് കോഴികൾക്ക് കൊടുക്കാവുന്ന തീറ്റകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുക്കുക വെച്ചാൽ അതേപോലുള്ള ലെയർ മെഷ് പോലുള്ള തീറ്റകളൊന്നും അല്ല കേട്ടോ. അതല്ലാതെ കോഴികൾ തിന്നുന്ന രീതിയിലുള്ള തീറ്റകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഞാൻ ഇവിടെ എൻ്റെ കോഴികൾക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് തീറ്റകൾ എങ്ങനെയാണത് ചെയ്യുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മൾ തീറ്റ ചിലവ് കുറയ്ക്കാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇലകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് 1 അല്ല 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇലകൾ കട്ട് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുന്നൊരു വീഡിയോ. പിന്നെ ഞാനിവിടെ നട്ട് വളർത്തി ചീരയും ചോളത്തോടൊക്കെ ഇവിടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ. അങ്ങനെ 2 വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയുടെയും കാർഡ് രൂപത്തിൽ ഇവിടെ വരും. അത് നിങ്ങൾക്ക് കയറി കാണാം. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഒന്നുമില്ല, കട്ട് ചെയ്തിട്ട് കോഴികൾക്ക് ഇട്ട് കൊടുത്താൽ തന്നെ കോഴികളത് തിന്നും. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്ത് കണ്ടിട്ട് കുറേ ആളുകൾ ചോദിച്ചു, ഞങ്ങളത് ചെയ്തിട്ട് അങ്ങനെ തിന്നുന്നില്ല, ഇട്ട് കൊടുത്ത് തിന്നുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പെട്ടെന്ന് കൊടുക്കുന്ന തീറ്റ നിർത്തിയിട്ട്, നിങ്ങൾ സ്ഥിരമായി കൊടുക്കുന്ന തീറ്റ നിർത്തി ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ ഇലകൾ കട്ട് ചെയ്ത് കൊടുത്താൽ കോഴികൾ തിന്നില്ല. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തീറ്റകളുടെ കൂടെ കുറേശ്ശെയായി മിക്സ് ചെയ്തിട്ട് ഇലകളുടെ അളവ് കൂട്ടി വരാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ കഴിച്ച് നോക്കി അങ്ങനെ അത് ഇലകൾ കഴിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനാണ് പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇലയുള്ള തീറ്റ ഇട്ട് കൊടുത്താൽ അത് കോഴികൾ തിന്നൂന്ന് വരില്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞ 2 വീഡിയോയുടെയും കാർഡ് രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ കയറി കണ്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാനിവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം, കടകളിൽ നിന്ന് വേസ്റ്റ് അരി, അതുപോലെ ഗോതമ്പൊക്കെ നമുക്ക് റേഷൻ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആളുകൾക്ക്, ഗോതമ്പ് വേണ്ട എന്നുള്ള ആളുകൾ എനിക്കിവിടെ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ അവർക്കൊരു നിശ്ചിത വില കൊടുത്തിട്ട് ഞാനത് വാങ്ങിക്കും. അങ്ങനെ ഒരുപാട് പേര് ഗോതമ്പ് എനിക്കിവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ ആ ഗോതമ്പും ഞാൻ ചെയ്യുന്നത്, തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ അതിൽ ഗോതമ്പ് മാത്രമായിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. ഗോതമ്പും അരിയും വെള്ളത്തിലിടുമ്പോൾ അത് മാത്രമായിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗോതമ്പാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിടുന്ന കോഴികൾക്കും, അതായത് നാടൻ കോഴിക്കും കരിങ്കോഴിക്കൊക്കെ കൊടുക്കുന്നതും, അതുപോലെ തന്നെ മുട്ടയിടാൻ പ്രായമായതും അതിൽ താഴെയുള്ള കോഴികൾക്ക് കൊടുക്കുന്നതും 2 രീതിയിലാണ്. ആ 2 രീതിയും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് ചോളകത്തവിടാണ്. ചോളകത്തവിടും ഗോതമ്പ് തവിടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഗോതമ്പിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുട്ടപ്രായമാവുന്ന കോഴികൾക്ക്, അതായത് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ലാത്ത കോഴികൾക്ക് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ഗോതമ്പിൻ്റെ കൂടെ ഏതെങ്കിലും തവിട് മിക്സ് ചെയ്തിട്ട് അത് കൊടുക്കും. ഇത് ലെയർ മെഷാണ്, മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ. അപ്പോൾ മുട്ടക്കോഴികൾക്ക് ലെയർ മെഷ് ഗോതമ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് മുട്ടയിടുന്ന മുട്ടക്കോഴികൾ. ഉദ്ദേശിച്ചത് ബേബി പോലെയുള്ള ഹൈബ്രിഡ് കോഴികളുള്ള കേട്ടോ, അങ്ങനത്തെ കോഴികളൊന്നും എൻ്റെ കയ്യിലില്ല. മുട്ടയിടുന്ന കോഴികൾക്ക്, ഇപ്പോൾ പ്രസൻ്റിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കരിങ്കോഴികൾക്ക്, നാടൻ കോഴികൾക്കൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ നേരത്തെ ഞാൻ കാണിച്ചത് മുട്ട ഇടാൻ പ്രായമായിട്ടുള്ള കോഴികൾക്ക് തവിട് മിക്സ് ചെയ്യുന്നതിൻ്റെ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഗ്രോവർ ഉണ്ടെങ്കിൽ ഗ്രോവറും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഞാനിവിടെ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ ചെലവ് കുറയ്ക്കുന്നതിൽ ചില പൊടിക്കൈകൾ. അതിൽ ഞാൻ കാണിച്ചല്ലോ, ഒന്ന് മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കുന്ന രീതിയും അതുപോലെ തന്നെ മുട്ടയിടാൻ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മുട്ടയിടുന്നതിൻ്റെ പ്രായത്തിന് താഴെയുള്ള കോഴികൾക്ക് കൊടുക്കുന്ന രീതിയും ഞാൻ കാണിച്ചല്ലോ. അതങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ തീറ്റകൾക്ക് ഉണ്ടായ വില വർധനവ് തന്നെയാണ്. കാരണം നമുക്ക് ലെയർ മെഷ് മാത്രമോ അല്ലെങ്കിൽ സ്റ്റാർട്ടറോ ഫിനിഷറല്ല ഗ്രോവറോ മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ട് കോഴികളെ വളർത്തുന്നത് ഒരിക്കലും ലാഭകരമല്ല, നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പൊടിക്കൈകൾ ചെയ്യുന്നത്. ഇനി ഞാൻ ഇലകൾ കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇലകളും പിന്നെ ഈ ഇലകളുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള കോഴികൾ കഴിക്കുമെന്നുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. വീട്ടിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അസോള. ഈ സാഹചര്യത്തിൽ നമ്മൾ അസോള കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം കോഴിത്തീറ്റയുടെ വില വർധനവ് തന്നെ. അസോളകൾ കോഴികൾക്ക് വേണ്ട ഒരുപാട് വിറ്റാമിൻസും അതിൻ്റെ എന്താ പറയുക, അതിനകത്ത് കോഴികൾക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഈ അസോള എന്ന് പറയുന്ന അതൊരു പായലാണ്, അതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇപ്പം എൻ്റെ അടുത്തില്ല. ഞാൻ ടെറസിലാണ് ചെയ്തിരുന്നത്. മഴ പെയ്ത് ഒരു ദിവസം രാവിലെ ആയപ്പോഴേക്കും ഫുൾ അസോള ഒഴുകി പുറത്തു പോയി. ഇനി ആദ്യം അത് സെറ്റ് ചെയ്തിട്ട് വേണം. അസോള സെറ്റ് ചെയ്യുന്നതിന് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ അസോള കോഴികൾക്ക് കൊടുക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ തിന്നോളുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ കുറേശ്ശെ മിക്സ് ചെയ്ത് തുടങ്ങി അങ്ങനെ അളവ് കൂട്ടി വരുന്നതാണ് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ അവരത് ഡയറക്റ്റ് തിന്നോളുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് സ്ഥിരം കൊടുക്കുന്ന തീറ്റയുടെ അളവ് കുറയ്ക്കുകയും ഈ അസോള പോലുള്ള മറ്റ് തീറ്റകളുടെ അളവ് കൂട്ടുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല. തൊട്ടടുത്തുള്ള മീൻ കടകളിൽ നിന്ന് മീനിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് അതും ഈ പറഞ്ഞ തീറ്റകളുടെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ നിന്നുള്ള കുറച്ച് പീസുകൾ മാത്രം എടുത്തിട്ട് അല്ലാത്ത അവിടെ ഇട്ട് ആകെ ചിക്കി ചകഞ്ഞ് 4 ഭാഗമാക്കി സ്മെല്ല് വരുന്ന രീതിയിലേക്കാവും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മീൻ വേസ്റ്റ് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഗോതമ്പ് അല്ലെങ്കിൽ അരി ഇലകൾ ഒക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ അവരത് പുറത്ത് ചിക്കി കൊണ്ടുപോയി കളയില്ല. അവരവിടെ തന്നെ മുഴുവൻ തിന്ന് തീർക്കും. അത് എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഞാൻ ആദ്യം ഈ മീൻ വേസ്റ്റ് മാത്രമായി കൊണ്ടപ്പോൾ അത് കോഴി എടുത്ത് കൊത്തി തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് പകുതി അവിടെ ഇടും, എന്നിട്ട് വീണ്ടും വന്ന് പകുതി എടുത്തുകൊണ്ട് അങ്ങനെ ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയും ഇവിടെയൊക്കെ ഈ മീനിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി ഇട്ടിട്ട് നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും, ഭയങ്കര നാറ്റായിരിക്കും. തൊട്ടടുത്ത അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പണി തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് ഇതിൻ്റെ കൂടെ, അതായത് ഗോതമ്പിൻ്റെ കൂടെ തീറ്റയുടെ കൂടെ നിങ്ങൾക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുക്കുമ്പോൾ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ അവർ അവിടെ നിന്ന് തന്നെ കഴിച്ചോളൂ. ഈ തീറ്റകളുടെ കൂടെ ആ മീൻ വേസ്റ്റും ഒരുമിച്ച് കഴിച്ചോളൂ. മീൻ വേസ്റ്റ് മാത്രമേ ഇങ്ങനെ പ്രശ്നമുള്ളൂ കേട്ടോ. കാരണം കൊത്തിയിട്ട് അപ്പുറത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പകുതി നിന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഭയങ്കര സ്മെല്ലടിക്കും. അതും ഈ തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐഡിയകൾ നമ്മൾ പ്രയോഗിച്ചാൽ നമുക്ക് കമ്പനികളുടെ നമ്മളെ ചൂഷണം ചെയ്യുന്ന തീറ്റ കമ്പനികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കുറച്ചൊക്കെ, ഒരു പരിധി വരെയൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതല്ലാതെ തന്നെ നിങ്ങൾക്ക് ചുറ്റോട് നോക്കിയാൽ തന്നെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, കോഴികൾ കഴിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ചക്കക്കുരു. ഇപ്പോൾ ചക്കക്കുരു ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചക്കയുടെ സീസൺ കഴിയാറായി. എന്നാലും ചക്കക്കുരു ഒക്കെ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചക്കക്കുരു ഇതേപോലെ കോഴികൾക്ക് ഒന്ന് പുഴുങ്ങിയിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് കോഴികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന്ന് ഞാനിത് പുഴുങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പകുതി അതിൻ്റെ പുറത്തുള്ള തൊലി കളഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ച് കോഴികൾക്ക് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഈ ചക്കക്കുരുവൊക്കെ തിന്നു കഴിഞ്ഞാൽ മുട്ടക്കോഴികളാണെങ്കിൽ അവരുടെ മുട്ട ഉൽപ്പാദനം കൂടും, അതുപോലെ തന്നെ മുട്ടയുടെ വലിപ്പവും കൂടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് ഞാനൊരു ഉദാഹരണം, ചക്കക്കുരു
ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കമ്പനി തീറ്റകൾ പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അവിയൽ എന്ന് തന്നെയാണ് ആ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. ആ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് കയറി ഫോളോ ചെയ്യുക. കാരണം അതിനകത്തും ഇതുപോലുള്ള കോഴി വളർത്തൽ മേഖലയിലുള്ള വീഡിയോകൾ ആ പേജിനകത്തും ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.